ബഹുമാനപ്പെട്ട സംസ്ഥ കേന്ദ്ര മുഷാവറ അംഗവും അതുപോലെ തന്നെ അമിനി ദ്വീപിൻ്റെ കാലിയുമായിട്ടുള്ള ഫത്തഹുള്ള തങ്ങളുടെ മൃതദേഹമാണ് ഇപ്പോൾ കോഴിക്കോട് സുപ്രഭാതം കോമ്പൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. സംസ്ഥയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള വിവിധ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മയ്യത്ത് നമസ്കാരം നടത്തിയതിന് ശേഷം അദ്ദേഹത്തെ ഇവിടെ വെച്ച് പൊതുദർശനമുണ്ടാകും. അതിനുശേഷം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം ഉണ്ടാവുക. ഇന്ന് വൈകിട്ട് 5 മണിക്ക് കൊണ്ടോട്ടി മുണ്ടക്കുളം ഷംസുൽ ഉലമ സ്മാരക ജാമിയ ജലാലിയ ക്യാമ്പസിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം ഉണ്ടാവുക. SKSF-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി OP അഷ്റഫ് നമ്മോടൊപ്പം ഉണ്ട്. ഫത്തഹുള്ള തങ്ങളുടെ നിര്യാണത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ആത്മീയ സരണിയുടെ നേതൃസ്ഥാനത്ത് നിന്നിട്ടുള്ള ഒരു മഹൽ വ്യക്തിത്വമാണ്. വിനയാന്വിത ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് മാത്രമല്ല, ലക്ഷദ്വീപിലെ ജനങ്ങളുടെ ധാർമ്മികമായ മുന്നേറ്റങ്ങളിൽ വളരെയേറെ പിന്തുണ നൽകുകയും അവരെ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തിട്ടുള്ള മഹൽ വ്യക്തിത്വമാണ്. ഷെയ്ഖുന ഷംസുൽ ഉലമയുടെ ശിഷ്യനാണ് എന്ന് മാത്രമല്ല, ഖാദിരിയ തരീഖത്തിൻ്റെ സരണിയിലെ പ്രധാനിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മാത്രമല്ല, മതപരമായ വിഷയങ്ങൾക്കപ്പുറത്ത് ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിലും ജനാധിപത്യ പ്രക്രിയയെ പരിപോഷിപ്പിക്കുന്നതിലുമൊക്കെ തങ്ങളുടെ ഇടപെടലുകളും സാന്നിധ്യവും വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ വിടവാണ് ഇനി ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ലക്ഷദ്വീപും കേരളവുമായുള്ള ഒരു ബന്ധത്തിലൊക്കെ വരാൻ പോകുന്നത്. അദ്ദേഹം ഈ ഒരു ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ എങ്ങനെ? അദ്ദേഹം കൂടുതൽ കാലം ഉണ്ടായിരുന്ന ശ്രീലങ്കയിലാണെന്നും പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിടവ് തീർച്ചയായിട്ടും ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് മാത്രമല്ല, കേരളീയർക്ക് തന്നെ നികത്താനാകാത്ത വലിയ അസാന്നിധ്യമായിട്ട് മാറുകയാണ്. തങ്ങളവറുകളുടെ ജീവിതകാലം വ്യത്യസ്തമായ തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പരിപോഷണത്തിന് വേണ്ടി, അതിൻ്റെ ഉന്നതിക്ക് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം ചെയ്യുകയും പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട തങ്ങളുടെ മക്കളൊക്കെ തന്നെ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ SKSF-ൻ്റെ അവിടുത്തെ പ്രസിഡൻ്റ് കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് സംഘടനയോട് ഓരം ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനും തങ്ങൾ കാണിച്ചിട്ടുള്ള അതീവമായിട്ടുള്ള ജാഗ്രതയാണ് അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എത്തിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ ഏകദേശം 2:15 കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്ഥ കോമ്പൗണ്ടിൽ എത്തിച്ചിട്ടുള്ളത്. ഇവിടെ വെച്ച് ഇപ്പോൾ മയ്യത്ത് നമസ്കാരം നടക്കും. അതിനുശേഷമായിരിക്കും ബാക്കി പൊതുദർശനത്തിലേക്ക് നീങ്ങുക. സംസ്ഥ കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ മെമ്പറും ലക്ഷദ്വീപിൻ്റെ ആത്മീയ നേതാവുമൊക്കെ ആയിരുന്ന സയ്യിദ് ഫത്തഹുള്ള മുത്തുക്കോയ തങ്ങളുടെ പൊതുദർശനമാണ് ഇപ്പോൾ സമസ്ത കോമ്പൗണ്ട് ഹാളിലെ മസ്ജിദിൽ വെച്ച് നടക്കുന്നത്. ഇന്ന് രാവിലെ കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. 83 വയസ്സായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. 1942 ഓഗസ്റ്റ് 17 അമിനി ദ്വീപിൽ ആണ് അദ്ദേഹം ജനിക്കുന്നത്. അബുസോലി കുഞ്ഞിക്കോയ തങ്ങളുടെയും ഹലീമ ബീവിയുടെയും മകനായി ജനിച്ച അദ്ദേഹം കഴിഞ്ഞ 7 പതിറ്റാണ്ടോളമായി ലക്ഷദ്വീപിൻ്റെ ആത്മീയ സാന്നിധ്യമായിരുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുപോലെ അമിനി ദ്വീപിലെ ഗവൺമെൻറ് സ്കൂളിലെയും പാരമ്പര്യ മതപഠനം അനുസരിച്ചുള്ള പ്രാഥമിക പഠനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. കേരളം, കർണാടകം എന്നിവിടങ്ങളിലായാണ് അദ്ദേഹത്തിൻ്റെ ദർസ് പഠനം പൂർത്തിയാക്കുന്നത്. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നും ഫൈസി ഉന്നത പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം താഴേക്കാട് കുഞ്ഞലവി മുസ്ലിയാർ, ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ എന്നിവരെ ശിഷ്യനായിരുന്നു. കേരളം, ലക്ഷദ്വീപ് എന്നിവയ്ക്ക് പുറമെ ശ്രീലങ്കയിലെ കൊളംബോ കേന്ദ്രമാക്കിയും ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സയ്യിദ് ഫത്തഹുള്ള മുത്തുക്കോയ തങ്ങളുടെ മൃതദേഹം കൊണ്ടോട്ടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഏറെക്കാലം ഉണ്ടായിരുന്ന സമസ്തയുടെ ആസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടോട്ടിലേക്ക് കൊണ്ടുപോകും. ഇന്ന് 5 മണിക്കാണ് അതവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം നടക്കുക.